ദൈവവചനം പറയുന്നു, ക്രിസ്തു ചിലക്ക് മൂലക്കല്ലാണ്, ചിലക്ക് ഇടച്ചക്കല്ലാണ്. രണ്ട് കൂട്ടരേ ഉള്ളൂ ഭൂമിയിൽ. ദൈവം ഒരുക്കിയ രക്ഷ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ജനം, അത് ന്യൂനപക്ഷമാണ്. ദൈവത്തിൻ്റെ രക്ഷയെ തള്ളിക്കളയുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ. കർത്താവ് തന്നെ പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കവും ചോദിച്ചപ്പോൾ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്, അനേകർ ആ വഴി കണ്ടെത്തുന്നു പോലുമില്ലെന്നാണ് പറയുന്നത്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതാണ്, വഴി വിശാലമാണ്, അവിടെ പോകുന്നവർ അനേകരാണ്. എന്നാൽ രക്ഷയുടെ വഴി, ജീവൻ്റെ വഴിയെന്ന് പറയുന്നത് ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്, അത് വാതിൽ വളരെ ഇടുങ്ങിയതാണ്, അത് കണ്ടെത്താൻ പോലും പ്രയാസമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിന്നെ ആർക്കിത് കണ്ടെത്താൻ പറ്റൂ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ പറ്റുള്ളെങ്കിൽ ആർക്ക് കണ്ടെത്താൻ പറ്റും? എൻ്റെ പ്രിയരെ, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, സൗകര്യങ്ങളുണ്ടെങ്കിലും, ധനവാനെപ്പോലെ സമ്പത്തുണ്ടെങ്കിലും, അവൻ്റെ ഹൃദയം സമ്പത്തിലാണോ ഇരിക്കുന്നത്, ലോകസുഖത്തിലാണോ ഇരിക്കുന്നത്, അതോ അവൻ്റെ നല്ലവനായ ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടുമാണോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം പോയാലും, ധനവാനെല്ലാം കിട്ടി, പക്ഷെ അവന് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ല. ലാസറിന് ഒന്നുമില്ല, അവന് ദൈവത്തെ കണ്ടെത്താൻ പറ്റി. ഇതൊരു വലിയൊരു സംഭവമല്ലേ പ്രിയരെ? അപ്പോൾ ഈ ഭൂമിയിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല വിഷയം. ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്തിനു വേണ്ടി ദാഹിക്കുന്നു? അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ദാഹിക്കുന്നത്? അവൻ്റെ രക്ഷകളിലേക്കാണോ അവൻ നോക്കുന്നത്? അവൻ്റെ മരണത്തിലേക്കുള്ള സമയം ആണോ ചിന്തിക്കുന്നത്? കർത്താവ് രണ്ടാമത് വരുമെന്ന് ആരാ വിശ്വസിക്കുന്നത്? കർത്താവ് രണ്ടാമത് വരുന്ന വിശുദ്ധന്മാരെ ചേർക്കാനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള യോഗ്യത സമ്പാദിച്ചുകൊണ്ടാണോ ഒരുങ്ങിയിട്ടാണോ നിൽക്കുന്നത്? കർത്താവ് രണ്ടാമത് വരുന്ന ഒരു മിഥ്യാബോധം പോലാണ് അനേകർക്ക്. അത് ആർക്ക് സാധിക്കും? പരിശുദ്ധാത്മാവ് ഉള്ളത്തിലുണ്ടെങ്കിൽ ഇതെപ്പോഴും ആത്മാവിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും, മകനെ ഒരു മരണം നിനക്കുണ്ട്, ആ മരണക്കിടക്കയിൽ എൻ്റെ ആത്മാവിന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഈ രീതിയിലുള്ള പോക്കൊണ്ട് നിനക്ക് പറ്റുകയില്ല. നിൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്ന ഇന്ന കാര്യമുണ്ട്, അതുമായി നീ എൻ്റെ സന്നിധിയിൽ വരിക. നീ അത്യാവശ്യബോധമുള്ളവരായി ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ അധികമായി നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ദാഹിച്ചാൽ തീർച്ചയായിട്ടും നിനക്കത് കിട്ടും. അല്ല, കർത്താവ് രണ്ടാമത് വരും കേട്ടോ, വരുമ്പോൾ നീ അറിയാതെ നീ പറന്നങ്ങ് പൊങ്ങണമെങ്കിൽ നിനക്ക് ആത്മാവിൻ്റെ ചെറുക് കിട്ടിയേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്തുതിയുടെ ചെറുക് കിട്ടിയേ പറ്റുള്ളൂ. എല്ലാം കഴുകപ്പെട്ടേ പറ്റുകയുള്ളൂ. ഭൂമിയുമായിട്ട് ഒരു ബന്ധവും പാടില്ല. എപ്പോഴും പറക്കാനായി നിൽക്കുന്ന ഒരു ജെറ്റ് പോലെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, എയർപ്ലെയിൻ പോകുന്നതിന് ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിന് മൊമെൻറ്റം വേണ്ടത്. അതിങ്ങനെ ഫുൾ സ്പീഡിലാക്കിയിട്ട് ആ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു പോകുന്നൊരു പോക്കുണ്ട് എന്ന് പറഞ്ഞത് കർത്താവ് വരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും പറക്കുമ്പോൾ ഞാൻ തള്ളപ്പെട്ടു പോവുമോ? ഇത്രയും വർഷം കൂട്ടായ്മയിൽ നിന്നിട്ട് ഞാൻ തള്ളപ്പെട്ടു പോവുമോ? പ്രിയപ്പെട്ടവരെ, സാധ്യതയുണ്ടല്ലോ, കരുതലോടെ ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് വേറെ ദിവസത്തിലെ കാര്യങ്ങളൊന്നും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാവിൻ്റെ വഴി കുറേയൊക്കെ എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. പ്രയോജനമില്ല. ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ജനത്തെ പഠിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചും പറഞ്ഞാൽ അത് ചിലർക്ക് പ്രയോജനപ്പെടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാളധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അതാണ് ന്യായവിധി. ദൈവം ഒരു മനുഷ്യനെ ന്യായവിധിയിലേക്ക് കൊണ്ടുവന്നു. അത് ദൈവം കൊണ്ടുവന്നതല്ല, ദൈവത്തിൻ്റെ രക്ഷാവചനം തിരസ്കരിക്കുന്നതുകൊണ്ട് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ന്യായവിധിയിലേക്ക് പോവുകയാണ്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ രണ്ട് കൂട്ടം ആൾക്കാരാണ് ഭൂമിയിലുള്ളത്. ക്രിസ്തുവിൻ്റെ രക്ഷ സ്വീകരിച്ച് ശിക്ഷാവിധി ഒഴിവാക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. എന്നാൽ ഈ മൂലക്കല്ലാവുന്ന ക്രിസ്തുവിലേക്ക് അടിസ്ഥാനം ഇട്ടുകൊണ്ട് ആത്മീയ ഗ്രഹം പണിയുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. വെളിച്ചം ലോകത്തിൽ വന്നു. കർത്താവ് പറയാണ്, ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു, രക്ഷകനായ ലോകത്തിലേക്ക് വന്നു, പാപം പരിഹരിക്കുന്ന രക്തവുമായി ലോകത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മനെ പിതാവിൽ നിന്ന് പ്രാപിച്ച് തരാമെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് വന്നു. പക്ഷെ ആർക്കും വേണ്ട. ജനത്തിന് വേണ്ടത് സുഖ സൗകര്യങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ. ഈ ലോകത്തിൽ വളരെ സുഖമായിട്ട് ജീവിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് കൂടി പോകുന്ന സുഖമായ ജീവിതം അല്ലേ? ഇത്ര സുന്ദരമായ ജീവിതം വേറെ എവിടെ ഉണ്ട്? ഒന്നുമില്ലെങ്കിലും സമാധാനം, ഒന്നുമില്ലെങ്കിലും ആശങ്കയില്ല,
ഭാരമില്ല, ആകുലമില്ല, ടെൻഷനില്ല, ഒന്നുമില്ല. അതല്ലേ സന്തോഷം. കുറേ പണം കിട്ടിയാൽ എന്താ കിട്ടും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർക്കും ഒരു സമാധാനമില്ല. ഞാൻ ഇന്നലെ ഒരു യൂട്യൂബിനകത്ത് ഒരു സിസ്റ്ററിൻ്റെ അനുഭവം കേട്ടു. ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്. മാന്യമായി എല്ലാവരും നല്ല പഠിക്കുന്നവരാണ്. ക്രിസ്റ്റി എന്നാണ് അതിൻ്റെ പേര്. അത് എൻജിനീയറിങ് കഴിഞ്ഞു, ഇൻഫോസിൽ ജോലി കിട്ടി, വീട്ടിൽ നിന്ന് മാറിയാണ്, ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു, കൂട്ടുകാരുണ്ട്, നല്ല അടിപൊളി ജീവിതം. അത് തന്നെ അതിൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞാണ്, അടിപൊളി ജീവിതം. അപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗെറ്റ് ടുഗദറുണ്ട്. പിന്നെ ഇവർക്ക് ചില ബെനിഫിറ്റ്സൊക്കെ കൊടുക്കുകയും ചെയ്യും. എന്തുകൊണ്ടും നല്ല കുട്ടി ആത്മാർത്ഥമായിട്ട് പണിയുന്നു. ആ വർക്കഹോളിക്കായിട്ട് കുറേ നാൾ കഴിഞ്ഞു, കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞിനെ അമേരിക്കയ്ക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അമേരിക്കയ്ക്ക് പോകുന്ന സാറേ കാര്യമാണ്, ഒരു വിസ കിട്ടാൻ എന്ത് പ്രയാസമാണ്. അപ്പോൾ ആ സമയത്താണ് അത് തന്നെത്താരും ചിന്തിച്ചു, എൻ്റെ ഉള്ളിൽ എന്നാ ഉള്ളത്? വാക്വം. എല്ലാം ഉണ്ട്. സൗന്ദര്യമുണ്ട്, കുടുംബമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, തന്നെത്താൻ കുറേ പണമൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു വാക്വം. തന്നെത്തായിരിക്കുമ്പോഴാണ് ആ വാക്വം മനസ്സിലാകുന്നത്. കൂട്ടുകാരുടെ അടുത്ത് കഴിയുമ്പോൾ ഒന്നും വരുന്നില്ല. തന്നെത്തായിരിക്കുമ്പോൾ ഒരു വാക്വം. എന്താണിത് കാര്യം? എന്താണ് പ്രശ്നം? പ്രാർത്ഥിക്കുന്നൊക്കെ ആളാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനിട വന്നത്. മകളെ, ആ വാക്വം ഞാനാണ്. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ തേജസ്സോടെ വന്നിരുന്നാൽ നീ ലോകം തരാത്ത സമാധാനം നിനക്ക് കിട്ടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ മാനസാന്തരം അവിടെ നടന്നു. എന്തെന്നില്ലാത്തൊരു സമാധാനം, സന്തോഷം കിട്ടി. അതെൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മടത്തിൽ പോകണമെന്നോ ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു വലിയ മാനസാന്തരം ആ പെൺകുട്ടിക്ക് കിട്ടി. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിന് കീഴ്പ്പെടാൻ കിട്ടി. ഉയർന്ന ശമ്പളം വിട്ടു, അമേരിക്കയിലേക്കുള്ള പദവി വിട്ടു. ഈ ലോകത്തിൻ്റെ എല്ലാവരും ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞു, എല്ലാവരും, കൂട്ടുകാരെല്ലാവരും. ശരിയാ, ഒരു ഭ്രാന്തല്ലേ ഇത്? ദൈവസ്നേഹം എന്ന് പറഞ്ഞൊരു ഭ്രാന്തല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചിലരത് അക്സെപ്റ്റ് ചെയ്യുന്നു, ചിലർക്ക് ഭാഗ്യം കിട്ടുന്നു, ചിലർ ദൈവത്തെ തള്ളിക്കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അരുമയ പ്രവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 8:22 പറഞ്ഞു, ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാത്തത് എന്തെന്നാണ് ദൈവം ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള എല്ലാ പ്രൊവിഷനും കൊടുത്തിട്ടും അവർ രക്ഷപ്പെടുന്നില്ല. സുഗന്ധ തൈലമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞ് ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന രക്തമുണ്ട്. ആരും അങ്ങോട്ട് പോകുന്നില്ല. അവിടെ വൈദ്യനില്ലെന്നാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തുവാകുന്ന മഹാവൈദ്യനുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം തരുന്നൊരു വൈദ്യനുണ്ട്. ഏത് രോഗവും ചികിത്സിക്കുന്ന, ഏത് പാപരോഗവും ചികിത്സിക്കുന്ന, മനുഷ്യൻ്റെ എന്തെല്ലാം പ്രശ്നമുണ്ടോ അതിനെല്ലാം പരിഹാരം കൊടുക്കുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞ മഹാവൈദ്യനുണ്ട്. സ്വർഗം അയച്ചതാണ് വൈദ്യനെ. ആര് പോകുന്നു? പേടിയാ. ഈ കൂട്ടായ്മയിലേക്ക് പോലും ജനങ്ങൾക്ക് പേടിയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ ഞാൻ കൂട്ടായ്മക്കാരനായി പോകുമോ, എല്ലാം വിട്ടുപിരിയേണ്ടി വരുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിട്ടുപിരിയേണ്ടത് ഏത് കാര്യമാണ്? ബന്ധനമല്ലേ? പിശാചിൻ്റെ ബന്ധനമാണ് വിട്ടുപിരിയുന്നത്. അത്രയും സുഖം വേറൊരു കാര്യമില്ല. ഒരു പാപബന്ധനം മാറിക്കഴിയുമ്പോൾ കിട്ടുന്ന സമാധാനം നിസ്സാരമൊന്നുമല്ല. ലോകം തരാത്ത സമാധാനം. ഒരു കോപം പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയാണ് ഈ കോപം, എടുത്തിയാട്ടം. എൻ്റെ പ്രിയരെ, അത് ഹൃദയത്തിന് പറഞ്ഞ് മാറിക്കഴിയുമ്പോൾ ലഭിക്കുന്ന സമാധാനം ആര് തരും? എന്ത് കിട്ടിയാൽ ലഭിക്കും അത്? ബന്ധനങ്ങൾ, ഈർഷ്യ വരിക, മുഷിച്ചിൽ വരിക, ഇഷ്ടക്കുറവ് വരിക, ഇതങ്ങ് മാറിക്കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ സമാധാനമല്ലേ താഴെ കറങ്ങി വരുന്നത്? ഇതാര് വില കൊടുക്കുന്നുണ്ട്? കർത്താവ് സങ്കടത്തോട് ചോദിക്കുകയാണ്, ഗിലെയാദിൽ ഇല്ലേ സുഗന്ധ തൈലം? എന്തേ നിൻ്റെ രോഗം മാറാത്തത്? അവിടെ വൈദ്യനില്ലേ? എൻ്റെ പ്രിയരെ, ഇതാ ന്യായവിധി എന്ന് പറയുന്നത്. ഗിലെയാദിൽ സുഗന്ധ തൈലം ഉണ്ടെങ്കിലും, കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു തൂങ്ങിക്കിടക്കുന്നുള്ളത് നാം കാണുന്നുണ്ടെങ്കിലും, അവൻ്റെ പാപപരിഹാര രക്തം അവിടെ ചൊരിയുന്നുണ്ടെങ്കിലും, എൻ്റെ പാപം അവിടെ ചുമന്നുകൊണ്ട് കർത്താവ് കിടക്കുന്ന എനിക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിലും, ആ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് പോകുന്നില്ല, പാപം ഏറ്റുപറയുന്നില്ല, രക്ഷകനെ സ്വീകരിക്കുന്നില്ല, ഇനി എനിക്കിത് വേണ്ടാന്ന് പറയുന്നില്ല, എനിക്ക് നരകം വേണ്ട, സാത്താനുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല, പേടിച്ചു മാറി നിൽക്കുകയാണ്. വൈദ്യനില്ലേ? നിൻ്റെ പ്രശ്നം എന്താണ്? നിൻ്റെ മനസ്സ് ഉഷ്ണിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ഭാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ തല കുമ്പിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മകളെ, നീ ഭാരപ്പെട്ട് ജീവിക്കുന്ന എന്തിനാണ്? വൈദ്യനില്ലേ? നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ നിൻ്റെ സൃഷ്ടാവില്ലേ? നിനക്ക് വേണ്ടി പടഞ്ഞു വരച്ച യേശു ക്രിസ്തു ഇല്ലേ? ഉത്തരം പറയാൻ ആരുമില്ല. ദൈവത്തിന് കർത്താവ് വീണ്ടും പറഞ്ഞു, ഒരു മനുഷ്യൻ കുഴി വീണ എഴുന്നേക്കില്ലേ?
ഒരു മനുഷ്യൻ വഴി തെറ്റിയാൽ മടങ്ങി വരില്ലേ? എൻ്റെ ജനമോ വരുന്നില്ല, മടങ്ങി വരുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. വീണെന്നിരിക്കാം, പക്ഷേ വീണാൽ എഴുന്നേക്കാൻ പാടില്ലേ? വഴിതെറ്റി മടങ്ങി പറയാൻ പാടില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലഘു ചികിത്സ, രമ്യപ്രവചനം പറയുന്നുണ്ട്, ലഘു ചികിത്സയാണത്. കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പ്രകടമായ പാപമൊന്നും ചെയ്യുന്നില്ല, ചില കാര്യത്തിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അവിടെ വെച്ചാൽ നിൽക്കുകയാണ്. ലഘു ചികിത്സ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ആത്മീയ വഴികൾ അനേകരങ്ങനെയാണ്. കടുത്ത സ്റ്റെപ്പൊന്നും എടുക്കുകയില്ല, വചനം പൂർണ്ണമായിട്ട് അനുസരിക്കത്തില്ല, ചിലതൊക്കെ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. അത് വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, കരച്ചിലും വരും. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തോളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾക്കോ മനസ്സായില്ല. ആ ഭാഗം ഞാൻ ചുമന്ന മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കോ മനസ്സായില്ല. ഞാൻ എന്തെല്ലാം ഓഫർ തന്നാലും, ഞാൻ എന്തെല്ലാം പ്രൊവിഷൻ തന്നാലും, ഞാൻ നിങ്ങളെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞാലും, എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ നിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാലും, ശത്രു തൊടാതെ കാക്കാമെന്ന് പറഞ്ഞാലും, ഞാൻ നിന്നെ സ്വർഗ്ഗരാജ്യത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും, ലോകം തരാത്ത സമാധാനം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാലും, ഇത് സ്വീകരിക്കാൻ ഇന്ന് മനുഷ്യൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കോ മനസ്സായില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കരച്ചിലെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളിത് തള്ളിക്കളഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കത്തില്ല. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ കാക്കുന്ന പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾ പറയുന്നവരെ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് എന്താണ് കർത്താവെ? ഭൂമി ജീവിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം കാണാൻ പറ്റും. ആ പ്രിവിലേജാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. യേശുവിൻ്റെ സംരക്ഷണമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. യേശുവിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. യേശുവിനെ കാണാനുള്ള ഭാഗ്യമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. യേശുവിനുള്ള സംസർഗമാണ് നഷ്ടപ്പെട്ട് കളയുന്നത്. സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യം ഈ ലോകത്തിനു വേണ്ടി തള്ളിക്കളയരുതേ എന്ന് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. എന്താണ്? ഒരു കൂട്ടരെ ശിക്ഷാവധിയിലേക്ക് പോകുന്നു, ഒരു കൂട്ടരെ രക്ഷപ്പെട്ടു പോകുന്നു. രണ്ട് വഴിയായി പോകുന്നു. ഒരു കൂട്ടായ്മയെ നോക്കിയാൽ നമുക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. സമൂഹത്തിലേക്ക് നോക്കി ഇതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് വേദനവരെ ഒന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്നാലും ഓരോ മനുഷ്യൻ മനസ്സിലാക്കണം, എൻ്റെ വഴി ആരുടെ കൂടെയാണ്, ഞാൻ ആരോടാണ് സഖ്യം ചെയ്ത് പോകുന്നത്. ഞാൻ യേശുവിൻ്റെ പിന്നാലെയാണോ പോകുന്നത്, അതോ പിശാചിൻ്റെ പിന്നാലെയാണോ പോകുന്നത്? ലോകമാണോ എനിക്ക് വിഷയം? അല്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയം ലോകകാര്യമാണോ ദൈവവചനമാണോ? ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? യേശു ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണോ അതോ പിശാചിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണോ? എന്നിൽ കൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ലോകമാണോ, യേശുവിൻ്റെ വചനമാണോ, പരിശുദ്ധാത്മാവിൻ്റെ വചനമാണോ? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അനേകരെ തകർന്ന് കിടക്കുകയാണ്. അവരറിയുന്നില്ല. അവർ നാവെടുത്താൽ ലോകകാര്യമേ പറയുള്ളൂ, ബിസിനസ്സിൻ്റെ കാര്യമേ പറയുള്ളൂ, ഈ ലോകത്തിലെ കാര്യങ്ങളെ പറയുള്ളൂ. അവിടെ നാവ് കർത്താവിന് വേണ്ടി ചലിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ പോവുകയാണ്, ശിക്ഷാവധിയിലേക്ക് പോവുകയാണ്, ന്യൂനപക്ഷം രക്ഷയിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യം ഇത് വേറെ രീതിയിലൂടെ പറയുന്നുണ്ട്. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ടതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനോട് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. നിൻ്റെ സന്ദർശനകാലം അറിയാതിരിക്കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നുള്ള മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലുമേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. കുടുംബം നശിക്കുമെന്നാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭർത്താവാണ് ഞാനെങ്കിൽ, ഒരപ്പനാണ് ഞാനെങ്കിൽ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ ദൈവസനെ കണക്ക് പറയേണ്ടി വരും. ഞാൻ ഇത്രകാലം ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ട്, ഇത്രകാലം മക്കളുടെ കൂടെ ജീവിച്ചിട്ട്, ഇത്രകാലം ലോകത്തിൻ്റെ കംഫർട്ടെല്ലാം ലഭിച്ചിട്ട്, മകനെ ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ നിനക്ക് പറ്റിയോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമാധാന മാർഗം നീ അറിഞ്ഞില്ല. എന്തേ കുഴപ്പം പ്രിയരെ? നീയും നിൻ്റെ കുടുംബവും നശിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആദിമ മാതാവിൻ്റെ മകനായ കയനോട് പറഞ്ഞു, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, ആ പാപത്തിൻ്റെ ആഗ്രഹം നിൻ്റെ മേലാകുന്നു. നീ അതിനെ വെറുത്തിട്ടില്ല, നീ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല, നീ തീരുമാനം എടുത്തിട്ടില്ല, നീ യാത്ര പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ ആഗ്രഹം നിൻ്റെ മേലാകുന്നു.
നീ അതിനെ എതിർക്കാത്തതുകൊണ്ട്, നീ അതിനോട് യാത്ര പറയാത്തതുകൊണ്ട് എന്തു പറ്റി? ഒരു സമയം വരുമ്പോൾ പാപം നിന്നെ കീഴടക്കും. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ആര് കേൾക്കാനാണ്? ഇതെല്ലാം കേട്ടിട്ടും അവൻ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞു. ഒരു കൊലപാതകയായി പോയില്ലേ? എവിടെ ചെന്ന് ഇതിനെ പരിഹാരം ഉണ്ടാക്കും? ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുന്ന വിപത്ത് ദൈവം മുൻകൂട്ടി പറയുകയാണ്. എൻ്റെ ദൈവത്തിന് കർത്താവിൻ്റെ സംരക്ഷണവും കർത്താവിൻ്റെ സമാധാനവും സ്വീകരിക്കാൻ നീ നടന്നാൽ നിൻ്റെ കുടുംബം നശിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് അനേകർ പരാതി പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾ ദൈവവചനം കേൾക്കുന്നില്ല, മക്കൾ വചനം കേൾക്കാൻ വരുന്നില്ല. എവിടെ പോയാലും നമുക്ക് കാണാവുന്ന കാര്യമാണല്ലോ. എല്ലായിടത്തും ഉണ്ട്. പ്രായമുള്ളവർ വരുന്നുണ്ട്, ചെറുപ്പക്കാരെ കിട്ടുകയില്ല. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ്, സാറേ ഞാൻ കാനഡയ്ക്ക് പോവുക. ഞാൻ ചോദിച്ചു, നീ എന്താ കാനഡയ്ക്ക് പോകുന്നത്? ഒന്ന്, എൻ്റെ അപ്പൻ്റെ കർശനം, രണ്ട്, ഈ കൂട്ടായ്മ. ഞാൻ രക്ഷപ്പെട്ട് പോവുക ഇവിടുന്ന്. എന്തു പറയും പ്രിയപ്പെട്ടവരെ? നമ്മുടെ യൗവനക്കാരുടെ ചിന്താഗതിയെ പറഞ്ഞത്. അവർ രക്ഷപ്പെടുന്നതിൻ്റെ കാരണം ജോലിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ല പ്രിയരെ, ഇവിടുത്തെ ഈ ജയിലിൽ രക്ഷപ്പെടണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ട ഈ ദൈവത്തെ, അവർക്ക് വേണ്ട ഈ ക്രിസ്തുവിനെ. എന്തേ കാര്യം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും വാസ്തവമായി ക്രിസ്തുവിനെ അനുഭവിക്കുന്നില്ല. അപ്പനും അമ്മയ്ക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവം ലഭിക്കുന്നില്ല. അപ്പനും അമ്മയും ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. എങ്കിൽ ആ ദൈവസ്നേഹം മക്കളിലേക്ക് വ്യാപരിക്കുമായിരുന്നു. മക്കൾ നശിച്ചു പോകുന്നുവെങ്കിൽ യാതൊരു സംശയമില്ല അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണെന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എൻ്റെ ജീവിതം കണ്ടിട്ട് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾ ദൈവത്തോട് കൂറുള്ളവരാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവരാണെങ്കിൽ, ശുദ്ധീകരണത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. നശിക്കാൻ ദൈവം അനുവദിക്കില്ല. ഇവിടെ പറയുന്നു, നിങ്ങളുടെ കുടുംബം നശിക്കുന്നതാണ്. നിന്നെയും നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് കല്ലുമേ കല്ല് ശേഷിക്കാത്തൊരു കാലം വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നതാണ്, സമാധാനമാർഗം നിനക്ക് വേണ്ട. സമാധാനമാർഗം, സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിനെ നിനക്ക് വേണ്ട. നീ തള്ളിക്കളയാണ്. നിൻ്റെ അടിസ്ഥാനം നീ ക്രിസ്തുവാണെന്ന് നീ പറഞ്ഞാലും ആ ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയല്ല, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടല്ല നീ മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ചല്ല നീ മുന്നോട്ട് പോകുന്നത്. നിൻ്റെ ഇഷ്ടപ്രകാരം നീ ജീവിക്കുകയാണ്. മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നീ ജീവിക്കുന്നു. പ്രിയരെ, മറ്റുള്ളവരെ കാണിക്കേണ്ടതാണോ എൻ്റെ ആത്മാവിൻ്റെ കാര്യം? എൻ്റെ മരണക്കിടക്കയിൽ ആരെന്നെ സഹായിക്കാൻ വരും? കർത്താരുണ്ടാവുന്ന ആരെന്നെ പൊക്കിക്കൊണ്ട് പോകും? ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയും മക്കളുമുണ്ട്. അവർക്കിപ്പോൾ മാനസാന്തരം കിട്ടിയില്ലേലും കണ്ണുനീരിന് വിലയില്ലേ പ്രിയപ്പെട്ടവരെ? തുരുത്തി ശേഖരിച്ച് വെക്കുന്നൊരു കണ്ണുനീരില്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരുടെ കാര്യം എൻ്റെ ദൈവം നോക്കും. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കും, അവർക്ക് അടി കൊടുക്കും, അല്ലെ ഉളുക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അവരെ മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം കൂടെ കേൾക്കുന്നതാണ്, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. അങ്ങനെയോ? അതെ, അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്, കുരിശിൻ്റെ ശത്രു. വ്യക്തമായിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അവർ നശിക്കാൻ പോവുകയാണ്. അവരുടെ അവസാനം നാശമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, അവർക്ക് ഒരു ദൈവമുണ്ട്, ക്രിസ്തുവല്ല. അവരുടെ വയറാണ് വിശപ്പ്, അവരുടെ വയറാണ് ദൈവം. തിന്നണം തിന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവമേ, നിനക്ക് സ്തോത്രം. ഈ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഭക്ഷണത്തോട് പ്രിയം. ചിലയൊക്കെ കണ്ടാൽ നമുക്കത് തോന്നും, ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതെന്നുള്ളത്. ദുർസാക്ഷ്യമല്ലേ വാസ്തവത്തിൽ പറഞ്ഞാൽ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരുടെ ദൈവം വയറ്. ലജ്ജയായാലും അവർക്ക് മാനം തോന്നുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇമ്പകരമാണ്. സമൂഹത്തിൽ അത് പറഞ്ഞുകൊണ്ട് അവർ രസിക്കുകയാണ്. ദൈവം തെറ്റെന്ന് പറയുന്നത് നിനക്ക് തെറ്റല്ല. ഇന്ന് നമുക്കറിയാമല്ലോ, യൗവനക്കാരുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവർ പറയുന്നതാണ് ശരി. ദൈവത്തിൻ്റെ വചനവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. വചനം വായിക്കുകയില്ല, കൂട്ടായ്മയ്ക്ക് അവർ കടന്നു വരികയില്ല. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്ന തെറ്റ് പറയുന്നതൊക്കെ അവർ ശരി തന്നെയാണ്. ഒരു തെറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. ദൈവത്തിൻ്റെ വചനത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രക്ഷകനെ ആർക്കും വേണ്ട. ഇന്നും ജനം യേശുവിനെ കല്ലെറിയുന്നവരാണ്, ഇന്നും ഉറ്റിക്കൊടുക്കുന്നവരാണ്, ഇന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, അവിടെ അന്യായ ബന്ധനങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നീ തിരിച്ചറിയുന്നില്ല എന്ന് ചോദിക്കുന്നത്. യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായമായി നിൻ്റെ ജീവിതത്തിൽ വന്ന ബന്ധനമെന്ന് ഓർക്കണം. ന്യായമായി വരേണ്ടതല്ല. ഒരുപക്ഷെ കാരണവന്മാരുടെ ശാപമായിരിക്കാം,
അല്ലെങ്കിൽ നീ നിൻ്റെ യൗവനകാലത്ത് നീ മനഃപൂർവ്വം പാപത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം. അന്യായമായ ബന്ധനമാണ്, നീ അത് മാറ്റിയേ പറ്റുള്ളൂ. നീ എൻ്റെ അടുക്കലേക്ക് വരിക, നിൻ്റെ പാപം അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. നിൻ്റെ ബന്ധനം എവിടെയാണ് നീ മനസ്സിലാക്കുക, എവിടെയാണ് ശത്രുവിനെ ബന്ധിച്ചിരിക്കുന്നത് നീ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിൻ്റെ ബന്ധനം അഴിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. നുകം, നിൻ്റെ കഴുത്തിൽ നുകമുണ്ട്, നീ അറിയുന്നില്ല. നിൻ്റെ കഴുത്തൊരു നുകമുണ്ട്. എങ്ങനെ അറിയാമെന്നറിയാമോ? നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പോലും നീ ചെയ്യേണ്ടി വരുന്നുണ്ട്. കോപിക്കണം നിനക്ക് ആഗ്രഹമില്ല, പക്ഷെ കോപം വന്നു പോവുകയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഉപദ്രവം വന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നിൻ്റെ ഹൃദയം വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു നുകം നിൻ്റെ കഴുത്തിലുണ്ട്. അനേകരും മനസ്സിലാക്കുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ നിർബന്ധിതമായി ചെയ്തു പോവുകയാണ്. എല്ലാ നുകത്തെ നീ തകർക്കുക. പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കണം, നീയാണ് തകർക്കേണ്ടത്. അവിടെ വേറൊരു നുകം വരും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമായ ഒരു നുകം നിൻ്റെ കഴുത്തിൽ വെക്കും. മനസ്സാണോ സഹോദര? ഞാൻ സന്തോഷത്തോടെ പറയാറുണ്ട്, കർത്താവേ, ഞാൻ കിടന്ന ബന്ധനം എന്താണ്? ഞാൻ എത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ബന്ധനം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി, ഈ അശുദ്ധി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി, കോപം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി, ഈർഷ്യ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. എത്രയോ പകല ഭക്ഷണം കഴിക്കാൻ ഇരുന്നവനാണെന്നറിയാമോ? ഉറക്കം വരാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിട്ട് ഞാൻ നാളുകൾ കാത്തിരുന്നവനാണ്. എനിക്കൊരു പ്രയോജനം കിട്ടിയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പക്ഷെ എനിക്കൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ ബന്ധനം എനിക്ക് അഴിയണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പപ്പ കാണിച്ചെന്നൊരു വഴിയുണ്ട്, പരിശുദ്ധനായ ദൈവത്തെ കാണിച്ചൊരു വഴിയുണ്ട്. സ്തുതി നാവിൽ പോകാത്തതാ ഒരു ജീവിതം, എപ്പോഴും ക്രിസ്തുവിനെ കണ്ടുകൊണ്ടുള്ള ജീവിതം, ലോകത്തെ യാതൊരു കാരണവശാലും യാതൊരു തുടലും അനുഭവിക്കാൻ പറ്റാത്ത ആ ജീവിതം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം. ഞാൻ കണ്ട മനുഷ്യൻ നേരിട്ട് കണ്ടവനാണ്. എനിക്കത് അനുഭവിക്കാൻ സാധിക്കുമോ? സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അന്യായ ബന്ധനങ്ങൾ അറക്കാൻ ഞാൻ മുന്നോട്ടിറങ്ങണം. ഞാൻ തന്നെ ക്രൂശിന് ചൂട്ടി ചെല്ലണം. ഞാൻ ദൈവത്തോട് പറയണം, എനിക്ക് ഇന്ന ബന്ധനമുണ്ട്, ഇന്ന വിഷയത്തിൽ ഞാൻ തോറ്റുപോവുകയാണ്, ശത്രു എന്നെ ബന്ധിച്ചിരിക്കുകയാണ്, ഒരു കാലത്ത് എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. കർത്താവെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ബന്ധനം അഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകില്ല കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധനം എനിക്ക് അഴിച്ചു തരണേ. ഇനി മേലിൽ ഈ ബന്ധനം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഞാൻ നിർബന്ധിക്കുകയാണ്. കർത്താവെ, ഞാൻ നിന്നോടല്ലേ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഹൃദയം വേറെ എന്തെങ്കിലും വ്യാജമായ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എൻ്റെ കർത്താവെ, എനിക്കിത് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ എത്ര പേരുണ്ട്? ഈ നുകം ഒന്ന് മാറ്റി നിൻ്റെ നുകം എൻ്റെ കഴുത്തിലേക്ക് വെച്ചോളൂ എന്ന് പറയാൻ തലകുനിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇത് വെറുതെ ഒന്നും കിട്ടുന്നതല്ല. ഈ ന്യായവിധി ഒഴിവാകുക എന്ന് പറഞ്ഞാൽ, ന്യായവിധിയിലേക്ക് പോകുന്നവരുണ്ട്, ന്യായവിധി ഒഴിവായി പോകുന്നവരുമുണ്ട്. പ്രിയരെ, നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണ്? ന്യായവിധിയിലേക്കാണോ, ന്യായവിധി ഒഴിവായി പോകുന്ന ആ ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത്? എൻ്റെ പ്രിയരെ, എൻ്റെ കാര്യം എന്തുകൊണ്ടാണ് മനുഷ്യൻ വീണ്ടും ന്യായവിധിയിലേക്ക് പോകുന്നത്? പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. കാര്യം, ഒറ്റ കാര്യമുള്ളൂ, പരീശത്വം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരീശത്വം എന്ന് പറഞ്ഞൊരൊറ്റ കാര്യം കൊണ്ടാണ് മനുഷ്യൻ ന്യായവിധിയിലേക്ക് പോകുന്നത്. കർത്താവ് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞത് ചെറിയ ഭാഷയൊന്നുമല്ല. അവരെ ഏറ്റവും കൂടുതൽ വൈരാഗ്യം വന്ന കാര്യമാണ് സർപ്പസന്തതി എന്നാണ് വിളിച്ചത്, പിശാചിൻ്റെ സന്തതി എന്നാണ് വിളിച്ചത്. 2 വെള്ള തേച്ച ശവക്കല്ലറയെന്നാണ് വിളിച്ചത്. ഒരു മനുഷ്യൻ ഇത്രയും മാത്രം അധിക്ഷേപിക്കാൻ പറ്റുമോ? കർത്താവ് സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. രക്ഷകൻ വന്നിട്ടും രക്ഷപ്പെടാൻ മനസ്സില്ല. പിശാചിൻ്റെ അടിമ കഴിയാനാണ് എല്ലാവർക്കും താല്പര്യം. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. അവരുടെ ഹൃദയം മാറാനവർക്ക് താല്പര്യമില്ല. പിശാച് അവരുടെ ഹൃദയത്തിന് മാറണമെന്നവർക്ക് താല്പര്യമില്ല. ദൈവത്തിന് അവരെ തൊടാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. ചില അത്ഭുതങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ആത്മാവിൻ്റെ ബന്ധനം കർത്താവിൻ്റെ സന്നിധിയിൽ അഴിച്ചൊരു തുലവും തുച്ഛം പേര് മാത്രമാണ്. ഒരു പാവനിയായ സ്ത്രീയുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തലക്കാരത്തിൽ മറിയുണ്ട്, സ്തോത്രം. ബാക്കിയുള്ളവരെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വന്നു, കാര്യം സാധിച്ച് അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ ചുരുക്കം പേരവരുടെ ബന്ധനമഴിഞ്ഞ് സമാധാനത്തോട് പോകുക എന്ന് പറഞ്ഞവരുണ്ട്. കർത്താവിന് സ്തോത്രം. നാളുകളായുള്ള ബന്ധനം അഴിഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടി, ദൈവത്തോട് നന്ദിയും കടപ്പാടുള്ളവരായി ജീവിച്ചവരെ അങ്ങനെയുള്ള തുലവും തുച്ഛം പേര് മാത്രമാണ്. എന്താണ് പ്രിയരെ ഈ പരീശത്വം എന്ന് പറയുന്നത്? അത് സ്വന്തം നീതിയാണ്. എനിക്ക് തന്നെ ശരിയായ ഒരു വഴി കൂടെ ഞാൻ പോവുക സ്വർഗത്തിലേക്ക്. ഞാൻ തന്നെ വെട്ടി ഉണ്ടാക്കുന്നൊരു വഴി, അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല. എൻ്റേതായ ഒരു ശരിയും എൻ്റേതായ ഒരു വഴിയും വെച്ച് ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റോമർക്ക് ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ഈ സ്വന്തം നീതി എന്ന് പറയുന്നത്? റോമർക്ക് ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ, അവർ ദൈവത്തിൻ്റെ നീതി അറിയുന്നില്ല. ദൈവത്തിൻ്റെ നീതി വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, വചന കേൾവിയിൽ കിട്ടുന്നുണ്ട്.
ദൈവം ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, അവൻ്റെ നന്മ കൊണ്ടല്ല, അവൻ്റെ കഴിഞ്ഞകാലം കൊണ്ടല്ല, അവനെ വിളിച്ച വിളിയുടെ ഗൗരവം കൊണ്ടല്ല. അവൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു നീതിയുണ്ട്. ദൈവം മനുഷ്യനെ നീതീകരിക്കാൻ ഒരു വഴിയുണ്ട്. പുത്രനിൽ കൂടെയുള്ള വഴി കൂടെ മാത്രമേ ദൈവത്തിനെ മനുഷ്യനെ നീതീകരിക്കാൻ പറ്റുള്ളൂ. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അത് മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയേക്കാൾ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിൻ്റെ രക്ഷാകരമായ നീതീകരണത്തിന് കീഴ്പ്പെടുന്നില്ല. അതാണ് പരിശുദ്ധം എന്ന് പറയുന്നത്. എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ട്. എൻ്റെ ശരിയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. അവിടെ വിനയപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ നീതിക്ക് വിനയപ്പെടുന്നില്ല. അതാണ് ഈ സ്വയം എന്ന് പറയുന്നത്. ഞാൻ തന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും ദൂതനായിരിക്കുന്ന, ഏറ്റവും ശോഭയുള്ള ദൂതനായിരുന്ന ആ മാലാഖ എങ്ങനെയാണ് വെട്ടി താഴോട്ട് പോയത്? അവനെക്കുറിച്ച് വലിയ അഭിപ്രായം. അവനെക്കുറിച്ച് അവന് കാര്യങ്ങൾ സൗന്ദര്യമുണ്ട്, ജ്ഞാനസമ്പൂർണ്ണനാണെന്നുള്ള വേദനത്തിനകത്ത് ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ആഗ്രഹിച്ചതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ ഞാൻ ഇരിക്കുമെന്ന്. എന്നാലോചിച്ച് നോക്കി. ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, ദൈവം ആരാണെന്ന് അറിയുന്നില്ല, ദൈവത്തിൻ്റെ മുകളിലാകാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റം. അവനിൽ വ്യാപരിക്കും ദുരാത്മാക്കളുടെ വലിയ പിശാചിൻ്റെ വലിയ സംഗതമാണ് സർപ്പസന്തതി എന്ന് വിളിച്ചതിൻ്റെ കാരണം. പരീശത്വം വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ശ്രമിക്കുകയാണ്, മറ്റുള്ളവനെ വിധിക്കാൻ നോക്കുകയാണ്, മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ശ്രമിക്കുന്നവന് അതുകൊണ്ടല്ലേ മറ്റുള്ളവനെ വിധിക്കുന്നത്? വെട്ടി താഴെയിടും. അതാണ് ചരിത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? പരീശത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ദൈവത്തിൻ്റെ 1-ാം നമ്പർ ശത്രുവാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ അവൻ സ്വീകരിക്കുന്നില്ല. അവൻ അവൻ്റേതായൊരു വഴിയാണ്. അവൻ അഹങ്കാരിയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിച്ച മറ്റുള്ളവരെ ഭരിക്കാനായിട്ട് അവൻ നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കാൾ കേമനാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് പുറമേ നല്ല ജീവിതമാണ് താനും. അവന് സമൂഹത്തിൽ നല്ല സ്ഥാനം വേണമല്ലോ. അതുകൊണ്ട് പുറമേ മാന്യനാണ്. സാധുജന സംരക്ഷണങ്ങൾ ചെയ്യുന്നിരിക്കും, നല്ല കാര്യങ്ങൾക്ക് കൊണ്ട് പൈസ ചിലവാക്കുന്നിരിക്കും, എല്ലാവരുടെ മുമ്പിൽ നല്ല. പക്ഷേ അകത്തൊരു മനുഷ്യനുണ്ട്, ചീഞ്ഞളിഞ്ഞൊരു മനുഷ്യൻ, അഹങ്കാരിയായൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാത്ത മനുഷ്യൻ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ ചെല്ലാൻ മനസ്സില്ലാത്തൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ വചനം കേൾക്കില്ല, അവന് പേടിയാണ്. എനിക്കറിയാം എത്രയോ പേര് വചനം കേൾക്കാൻ വരുന്നത് പേടിക്കുന്നറിയാമോ? ആ പേടിയാന്ന് പറയും. എന്തേ കാര്യം? ഈ പാപം കിട്ടുന്ന കാര്യങ്ങൾ കേൾക്കും, കഴിഞ്ഞകാല കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പേടിക്കുന്നു. അത് കഴിക്കളയാനല്ല, മോചനം കിട്ടാനല്ല, ദൈവത്തോട് നിരപ്പാകാനല്ല, പാപം മറ്റുള്ളവർ അറിയുമെന്നുള്ള പേടി. പണ്ട് ഇവിടെ ദർശനങ്ങളൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നപ്പോൾ ജനങ്ങൾ ഏറ്റവും പേടിച്ചിരുന്നത് ദർശനത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ വെളി വരുമല്ലോ എന്നുള്ള പേടി. പേടിച്ചാൽ എന്ത്? ഇത് ആരാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണോ കേട്ടത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെങ്കിലും ഈ ബന്ധനം ഒന്ന് അഴിയണം, എങ്ങനെങ്കിലും ഈ അകത്തു നിന്നുള്ള വ്യാജം ഒന്ന് മാറിക്കിടണം, എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധമാകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ബന്ധനത്തിൻ്റെ മേൽ ബന്ധനം കൂട്ടിവെക്കുകയാണ്, നീട്ടിക്കൊണ്ട് പോവുകയാണ്, ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളവൻ എങ്ങനെ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് വചനം കേൾക്കണ്ട, അവർക്ക് ക്രൂശിൻ ചൂട്ടിലേക്ക് ചെല്ലണ്ട, അവർക്ക് പാപം ഏറ്റുപറയാൻ മനസ്സല്ല, അവർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട, അവർക്ക് ഈ ഭൂമി ജയജീവിതമൊന്നും വേണ്ട. ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകണം. അവർ കൂട്ടായ്മയിലൊക്കെ ആണെങ്കിലും ഒക്കെ സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ തന്നെ ന്യായവിധി വന്ന് നിൽക്കുകയാണ്. ന്യായവിധിയുടെ വാൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. കുറേ പേര് അതിൻ്റെ മുമ്പിൽ വിനയപ്പെട്ട് ക്രൂശിൻ ചൂട്ടിൽ വരുമ്പോൾ ചിലരെ ന്യായവിധിയുടെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സ്വയം തേച്ച് എല്ലാം വിട്ട് ക്രൂശ് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവുകയോ? സുന്ദരമായൊരു ജീവിതമാണ്. എല്ലാം വിടുക, ക്രൂശ് എടുക്കുക, കർത്താവിൻ്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായൊരു ജീവിതമാണ്. പക്ഷെ അവർക്ക് ഭയങ്കര പേടിയാണ്. ദൈവത്തിനുള്ള സ്തോത്രം. യേശുവിനുള്ള നന്ദിയോ കടപ്പാടോ സ്നേഹമോ വാത്സല്യമോ ഒന്നുമില്ല. അവരുടേതായൊരു വഴി കൂടെ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത്. ക്രിസ്തു സ്നേഹമാണ്. എപ്പോഴാണേലും ദൈവസന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെല്ലാം ക്ഷമിച്ചു തരും, എല്ലാം പുറത്തു തരും. മനോഹരമായൊരു ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.